വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ഞാനിപ്പോ ഇന്ത്യയുടെ ഭാഗമല്ല. ഞാൻ ഇനി സംസാരിച്ചു തുടങ്ങിയാൽ നിങ്ങൾ എൻഡിഎയുടെ ഭാഗമാണ്. നിങ്ങൾ ശരിക്കും എവിടെയാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു മനുഷ്യന് സ്വതന്ത്ര കാഴ്ചപ്പാട്. സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ അതല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരിക്കുക. അഖില് ബി ജെ പിക്കാരോട് സംസാരിച്ചോ? ന്യായീകരിക്കാൻ അങ്ങനെ പറ്റില്ല. അങ്ങനെ എനിക്ക് ന്യായീകരിക്കാനൊന്നും ഇല്ലാത്തോണ്ടാണ്. അതുകൊണ്ടല്ല. നന്നായിട്ട് അറിയായിരുന്നു ഈ തൊണ്ടക്കര കുരുങ്ങി. ഇതൊരു വക വേട്ടക്കാരനോടൊപ്പം മനസ്സിലാക്കി. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ നിലപാടെന്താ? ഞാനിത് ഡിഫെൻഡ് ചെയ്യാത്തതിന്റെ കാരണം എനിക്ക് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളെ എതിർക്കണമെന്നോ? ഞാൻ മുസ്ലിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. എനിക്ക് മുസ്ലിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. ഈ രാജ്യത്തെ ജനാധിപത്യ പൗരാവകാശ പ്രശ്നത്തെ മുസ്ലിങ്ങളുടെ കാര്യമാണ് നിങ്ങൾ. ഞാനിത് മനഃപൂർവ്വം ഒഴിഞ്ഞു കളഞ്ഞത് എന്നെ ബാധിക്കുന്ന വിഷയമല്ലാത്തതുകൊണ്ട്. കാരണം ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാകും? ഞാൻ പറഞ്ഞത് BJPയുടെ വർഗീയ നിലപാടുകളെ ഞാൻ എതിർക്കാം. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന വികസനത്തെ എനിക്ക് എതിർക്കേണ്ട കാര്യമില്ല. ആ വികസനം ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞുകൊണ്ട് ആളുകളെ വികസനം, ഈ വികസനത്തിന്റെ ഗുണഭോക്താക്കളാകുന്നത് ആരാണ്? നിങ്ങളല്ല. ആർക്കാണ് ഈ വികസനം കിട്ടേണ്ടത്? അത് ജിൻഡോ. ഞാൻ ചോദിക്കുന്നത് ഈ വികസനം ആർക്കാണ് കിട്ടേണ്ടത്? ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും ദളിതനും ആദിവാസിക്കും തുല്യമായിട്ട് കിട്ടണമോ? നിങ്ങൾ ഗുജറാത്തിൽ ചെന്നോട് പറയണം. ഗുജറാത്തിൽ എന്തുകൊണ്ടാണ് നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ബലാക്കോട്ട് ആക്രമണത്തെ രാഷ്ട്രീയമായി മുതലെടുത്തു BJP. 100 ബലാക്കോട്ട് മാത്രമല്ല, ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ അവർ BJP ഉപയോഗിച്ചു എന്നാണ്. അതായത് ഫലപ്രദമായി സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. നമ്മുടെ ധീര സൈനിക രക്തസാക്ഷികളെ BJP രാഷ്ട്രീയ മുതലെടുത്തു. അങ്ങനല്ല, അങ്ങനെ പറഞ്ഞത്. പിന്നെ അതെങ്ങനെയാണ് എന്താ പറയുന്നത്? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണോ അതിന്റെ മോനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധീര രക്തസാക്ഷികളുടെ രക്തസാക്ഷികളെ BJP നീചമാവണ്ണം രാഷ്ട്രീയ എങ്ങനെയാണോ? നിന്റെ ലക്ഷ്യത്തെ മാർഗം സാധൂകരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അഖിൽമാരാർ പറഞ്ഞത് ബലാക്കോട്ട് അടക്കം പഹൽഗാം അടക്കം പുൽവാമ അടക്കം നമ്മുടെ ധീര സൈനിക രക്തസാക്ഷികളെ BJP മുതലെടുത്തു. അവരത് തിരിച്ചാക്രമിച്ചിട്ട് ആക്രമിക്കാൻ ഞങ്ങളുണ്ട്. ഇന്ത്യയിൽ ഒരു നരേന്ദ്രമോദി ഉണ്ട്. ദാണ്ട്ര നീയൊക്കെ ഞങ്ങളെ തൊട്ടു നോക്ക്, ഞങ്ങൾ കാണിച്ചത്. സൈനികരെയോ സാക്ഷികളെ മുതലെടുത്തെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു വിഷയം നമ്മുടെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഒന്നാമത് അഖിലും മിണ്ടാതിരുന്ന കേൾക്കാൻ പറ്റും. കോൺഗ്രസ്സുകാരോട് എനിക്ക് വലിയ ബഹുമാനം തോന്നുന്നു. കാരണം എന്താ അറിയോ? താങ്കളുടെ രാഷ്ട്രീയം വൈറ്റിപ്പഴുപ്പിന്റെ രാഷ്ട്രീയ ആശയമല്ല. ഏത് മാർഗം സ്വീകരിക്കാന്ന് പറയും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? BJPയോടൊപ്പം സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച് NDAയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച താങ്കൾക്ക് എന്ത് രാഷ്ട്രീയ എന്ത് ആശയമാണുള്ളത്? ഇനി ഞാൻ പറയാലോ. ആണോ വൈറ്റിപ്പഴുപ്പിന്റെ രാഷ്ട്രീയമാണോ? ഒരു മിനിറ്റ്. അരിപ്രശ്നമാണോ? കിട്ടിയ കിട്ടാത്തത് കൊണ്ട് 2020 വിട്ടിട്ട് സാബുവും ജേക്കബിനെ തെറി പറയുന്നു. പണത്തിന്റെ വിഹിതം കിട്ടാത്തത് കൊണ്ടും പദവി കിട്ടാത്തത് കൊണ്ടും ആ പാർട്ടി വിട്ട് പുറത്തു വന്നിട്ട് BJPയോടൊപ്പം മത്സരിച്ച ആൾ ഇപ്പോഴും നമ്മുടെ ആശയത്തെ കുറിച്ച് പറയുക. ആശയമല്ല. ഇന്ത്യ മഹാരാജ്യത്തെ പണം മുഴുവൻ കട്ടു നിന്ന് ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതായി പോയ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ഒന്ന് ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ? ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആശയത്തോട് ചേർന്ന് നിന്ന് പോകുന്ന ഒരാളല്ല. അറിയാലോ BJP അല്ല. കോൺഗ്രസ് അല്ലെന്നേ ഞങ്ങൾക്ക് ഉറപ്പല്ലേ. പിണറായി വിജയനെ തെറി പറയുന്ന എല്ലാവരും കോൺഗ്രസ് ഞങ്ങൾക്കില്ല. ഞാൻ അത് തന്നെ പറഞ്ഞത്. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അത് വിചാരിച്ച സീറ്റ് കിട്ടില്ല. ഒരിക്കലും ഇദ്ദേഹം പറഞ്ഞു വയറ്റിപ്പിഴപ്പിന്റെ രാഷ്ട്രീയമാണോ? ഞാൻ ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന സമയത്താണ് ഈ ബിഗ് ബോസിലേക്ക് ഞാൻ പോകുന്നത്. കാര്യം എനിക്ക് 5 പൈസ എടുക്കാനില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പൈസ ഉണ്ടാക്കിയിട്ടുമില്ല.
എനിക്ക് ഞാൻ അന്ന് എന്റെ ഫേസ്ബുക്കിൽ 2013 തന്നെ എഴുതുന്നത് ആ. ഒരു പൊതുപ്രവർത്തകനാവണം, നാടിനു വേണ്ടി സംസാരിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞു. പഴയ കാര്യം വിട്. ഇനി ഞാൻ മനസ്സിലോട്ട് വാ. ഇനി ഞാൻ അഖിൽമാരാർ പറയാണ്, ഞാൻ- അഖിൽമാരെ പറയണം ഞാൻ- ഏതോ ഒരു ഓഡിയോ പുറത്തു വിട്ടാൽ ഈ സംസ്ഥാന ക്യാബിനറ്റിൽ ഒരു മന്ത്രിയുടെ നാറെന്ന് പറയണം. ഓഡിയോ പുറത്തുവിട്. ഛെ, ഞാൻ പറഞ്ഞത് ആ. അഖില് മത്സരിക്കണമെന്നും ആ. ഇന്ന സീറ്റ് അഖിലിന് വേണ്ടി നോക്കുന്നുണ്ടെന്നും പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല അത് നാറുന്ന എന്തിനാ? അത് അല്ലല്ല നാറുവെന്നല്ല. നാറുന്നാ പറഞ്ഞത്? നിങ്ങൾ ക്യാമറ പിന്നെ നിങ്ങൾ മൈക്ക് കൊടുത്തോണ്ട് പിന്നെ ചെല്ലത്തില്ലേ? അഖിൽമാരാർക്ക് പൈസയ്ക്ക് ഒരുപാട് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. എനിക്കെന്ത് അല്ല പണം ഉണ്ടാക്കാൻ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇഷ്ടം പോലെ കാറുണ്ട്. എനിക്ക് നേതാക്കന്മാരുടെ ആളായിട്ട് നിന്നാ മതി. ഒരു ബിഗ് ബോസിൽ ഇപ്പൊ പോയിട്ടിറങ്ങി അത്ര കോടി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. കിടക്കട്ടെ എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. എനിക്ക് ഉണ്ടാക്കാൻ ദുബായിൽ പറ്റില്ല. real estate പോട്ടെ. ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഒരുപാട് കച്ചവടം ഉണ്ട്. ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയില്ല. വൈറ്റിപ്പഴപ്പ് എന്ന് പറഞ്ഞത് അഖിൽ ഹർട്ടായി അല്ല അല്ലല്ല ഞാനല്ല പറഞ്ഞു. വൈറ്റിപ്പഴം ഇന്ത്യയാ. അദ്ദേഹത്തിന് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ബെൻസ് ഉണ്ട്, കാറുണ്ട്, അതുണ്ട്. അപ്പൊ എനിക്ക് ഇത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചവനാണ് ഞാൻ. ഇത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചവനാണ് ഞാൻ. അല്ലാതെ കോൺഗ്രസ്സുകാരെ കണക്ക് അല്ലല്ല. അല്ല സഹകരണ ബാങ്കിലും കൈയിട്ട് അതല്ല തെരഞ്ഞെടുപ്പ് ഫണ്ടും കൈയിട്ട് അഖിൽമാരാർ ഉണ്ടാക്കാനല്ല. അവരോട് പട്ടിച്ചോടാണെങ്കിൽ അത് മാറിക്കാൻ പറ. അപ്പൊ അഖിൽമാരാർ ഗാന്ധി എതിർക്കുന്ന ആളാണെങ്കിൽ കൂടിയും അഖിൽമാരാർ ബെൻസ് വിറ്റ്, BMW ബൈക്ക് വിറ്റ്, സകലതും വിറ്റ് ജനത്തിന്റെ സേവനത്തിന് വേണ്ടി അർദ്ധനഗ്നനായ ഫക്കീറെ ഇറങ്ങാൻ തീരുമാനിച്ച ആളാ. ആണെന്നേ ഹാഷ്മി. തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. ആശയപരമായിട്ട് താങ്കൾ അതിന്ന് വിട്ട് മത്സരിക്കാൻ വന്ന എവിടെയാ? BJPയുടെ ഇന്ന് 40 കോടി രൂപ മേടിച്ച് 19 സ്ഥാനാർത്ഥികളെ മത്സരിച്ചു കൊടുത്തു. അതിന്റെ പണം കിട്ടാത്തത്, വീതം കിട്ടാത്തത് കൊണ്ട് താങ്കൾ അയാളെ തെറി പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. സത്യത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങളുടെ ബെൻസ് വിൽക്കാനും കാർ വിൽക്കാനും ഒക്കെ താല്പര്യപ്പെട്ട് നിങ്ങൾ വെറുതെ നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആള് പണത്തിന്റെ വിഹിതം കിട്ടിയില്ല, അല്ലെങ്കിൽ നഷ്ടം നികത്തിയില്ല, സ്ഥാനം കിട്ടിയില്ല, എന്തിനാണ് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ വഴക്കൂടിയത്? അങ്ങനെ പറഞ്ഞു എവിടെ പറഞ്ഞു? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അഖിൽമാരാർ 2020 വന്നിട്ട് വരുമാന നഷ്ടം ഉണ്ടായി, സാമ്പത്തിക നഷ്ടം ഉണ്ടായി, ആരും വിളിക്കുന്നില്ല. അക്കോമഡേഷൻ എന്താ അർത്ഥം? ഇവിടെ കാശ് വേണമെന്ന് അർത്ഥം. ഇവിടെ ഞാൻ അല്ലേ? എനിക്ക് ആളെ എവിടെയാക്കുന്നു? ചെയ്ത്താനും കടലിൽ നടക്കായാലും അഖിൽമാരുടെ നിലപാട് മാറ്റം പറയുമ്പോൾ ഗാന്ധി നിലപാടിനെ കുറിച്ച് ഗാന്ധിയുടെ നിലപാട് മാറ്റങ്ങളെ പറ്റി പറയും. അഖിൽമാർ ഇവിടുത്തെ കാര്യം അഖിൽമാർ അതൊരു ഒറേറ്ററി സ്കില്ലാണ്. അഖിൽ സീറ്റ് കിട്ടാൻ വേണ്ടി 2020 മത്സരിച്ചു. അവിടെ കിട്ടാള് കിട്ടിയില്ല. 2 മാസം ഇറങ്ങി വന്ന് അവരെ ചീത്ത വിളിച്ചു. ക്യാൻസർ വളരാൻ തുടങ്ങി. നിലപാട് മാറ്റം, ക്യാൻസർ വളരാൻ നിലപാട് മാറ്റവും രാഷ്ട്രീയ മാറ്റവും തമ്മിൽ കമ്പയർ ചെയ്യല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അടുത്തവണ മത്സരിക്കും. അഖിലിനെ ആര് വിശ്വസിക്കും? നിങ്ങളെ ആരാ വിശ്വസിക്കുക? നിങ്ങളുടെ വിശ്വാസ്യത എന്താണ്? രാവിലെ പറയുന്നത് എന്താണ് നിങ്ങളുടെ വിശ്വാസ്യത? രാവിലെ പറയുന്നത് വൈകിട്ട് മാറ്റി അഖിൽ ഈ പറഞ്ഞത് അല്പം കഴിഞ്ഞ് മാറ്റി പറയില്ല എന്താ ഉറപ്പ്? അഖിൽ എല്ലാവരെയും വിമർശിക്കുന്ന ഏറ്റവും മിടുക്കൻ എന്ന് പറയുന്നു. പക്ഷെ അഖിൽ ആഴ്ചയിൽ അഭിപ്രായം മാറ്റുന്നു. ഇന്ന് ജിൻഡോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചു തന്നാൽ ഞാൻ ജിൻഡോ കൊള്ളാന്ന് പറയും. നാളെ ഇതാണ് ഞാൻ പറഞ്ഞത്, വൈറ്റിപ്പഴപ്പാണ്, രാഷ്ട്രീയമാണ്. നിങ്ങൾക്ക് ഒരു പാവപ്പെട്ടവനെ ഉദ്ധരിക്കാനല്ല, ഒരു നാരങ്ങ വെള്ളം തന്നു കഴിഞ്ഞാൽ അപ്പൊ വാക്ക് മാറ്റി പറയുന്ന അഖിലിനെ എങ്ങനെ നാട്ടുകാർ വിശ്വസിക്കും? ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. നാരങ്ങ വെള്ളം കിട്ടുമ്പോഴേക്ക് ഒരാളെ പറ്റി നല്ലത് പറയുന്ന അല്ല രാഷ്ട്രീയം. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം പറ. അതല്ല രാഷ്ട്രീയം, ഞാൻ പറഞ്ഞ ശാസ്ത്രമാണ്, അത് പറഞ്ഞ ഐഡിയോളജിയാണ്. BJPയോട് ചേരാൻ കഴിയും, 80% ചേരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ചേരാൻ പറ്റിയ ഏറ്റവും നല്ല പ്രത്യയശാസ്ത്ര ഐഡിയോളജിക്കൽ ധാര 2020 ആണ് എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാ. അവർക്ക് ആശയം കേൾപ്പിക്കണോ? അവർക്ക് ആശയം കേൾപ്പിക്കണോ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. ആഷ്മി അഖിൽമാരാർ കേൾപ്പിക്കണോ? ഒന്ന് പ്ലേ ഞാൻ വീണ്ടും പറയാം. ആ പറഞ്ഞത് സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. 2020 ആശയം പറഞ്ഞേ. അഖിലല്ലേ അവിടെ ഉണ്ടായിരുന്നേ? അഖിലാണോ അതിന്റെ സ്ഥാനം ചോദിച്ച ആൾക്കാർ താനാ പറഞ്ഞത്? അപ്പൊ സാബു തർക്കത്തിൽ മാത്രം ഇറങ്ങി വന്നു. ഐഡിയോളജി എന്ന് പറഞ്ഞ 2020 അല്ലെന്ന് ഈ രാജ്യത്തെ ഏതൊരു സ്വതന്ത്രൻ ഈ പറയുന്നത് മാധ്യമപ്രവർത്തനം ആദ്യം പഠിക്കുന്നത്. ഒരു അഖിൽമാരാർ താങ്കൾ പറഞ്ഞത് ഇയാളല്ലേ പറഞ്ഞത്? ഐഡിയോളജി പറഞ്ഞത് ഒരു വോയിസ് ഞാൻ പറഞ്ഞത് കേൾപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ സാബുവായിട്ട് തർക്കോട്ട് ഇറങ്ങി വന്നിട്ട് ഐഡിയോളജി കൊള്ളാം. അത് തന്നെ പ്രശ്നമുണ്ടോ? ഇത് നിങ്ങൾ ഇതുവരെ ഈ രാവിലെ തൊട്ട് രാത്രി വരെ രാമായണം വായിച്ചിട്ട് പറഞ്ഞത് ഞാൻ എന്തുകൊണ്ട് 2020 മാറി? സാബു പൈസ കിട്ടാത്തത് കൊണ്ടും പദവി കിട്ടാത്തത് കൊണ്ടും മാറി വന്നിട്ട് സാബുവിന്റെ ആശയത്തോട് യോജിപ്പുണ്ട്, കാശ് കിട്ടാത്തത് യോജിപ്പില്ല. കൊച്ചു പിള്ളേരെ കളിയാക്കി തുടങ്ങി. ഇനി ഒന്നുകൂടെ വയ്യ. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും.